നമസ്കാരം. പ്രധാന വാർത്തകൾ. PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിൽ ആര് മത്സരിച്ചാലും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മികച്ച വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അൻവർ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പറയുന്ന വിഷയങ്ങൾ തന്നെ. എടത്തനാട്ടുകര ഉപ്പുകുളത്തെ വന്യജീവി ആക്രമണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമര സദസ്സ് സംഘടിപ്പിച്ചു. കേരളത്തിൽ ജനങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വകുപ്പാണ് വനം വകുപ്പെന്ന ലീഗ് നേതാവ് റഷീദ് ആലായി. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. പുഴ ഒഴുകുന്നത് ഇരുകരയും മുട്ടി. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചു. ജില്ലയിൽ 4 ദിവസം ഓറഞ്ച് അലർട്ട്. സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോടിന് കുറുകെയുള്ള പുതിയ പാലം നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. മഴ നേരത്തെ എത്തിയതോടെ പ്രവൃത്തി നിലച്ചു. ഒരു വേനൽക്കാലം മുഴുവൻ കിട്ടിയിട്ടും പദ്ധതി പൂർത്തിയാക്കാത്തത് തികഞ്ഞ അനാസ്ഥയെന്ന് ആക്ഷേപം. പെരിന്തൽമണ്ണ കുളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത സംഭവം. 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവർ 4 ആയി. വിശദമായ വാർത്തകൾ നോക്കാം. PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PV അൻവർ പറഞ്ഞത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. നിലമ്പൂരിലേക്ക് പോകുന്നതിനിടെ ഷൊർണൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പ്രതികരണം. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PV അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യത്തിൽ പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അവരുടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാം വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ടാവും. പുതിയതായ ഇപ്പൊ ഇലക്ഷന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ UDF-ന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അഴിമതി, പോലീസിന്റെ പക്ഷാപാതം, കർഷകർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം തുടങ്ങിയവയാണ് PV അൻവർ സർക്കാരിനെതിരെ പറഞ്ഞത്. ഇത് സർക്കാരിന്റെ നയങ്ങളാണ്. നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് KPCC സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നയങ്ങളാണ്, ജനവിരുദ്ധ നയങ്ങളാണ്. കർഷകർക്കെതിരെയുള്ള സമീപനം, പോലീസിന്റെ അഴിമതി, പക്ഷപാതം, വന്യമൃഗശല്യത്തിലെ ഗവൺമെന്റിന്റെ നിസ്സംഗത, ഇതൊക്കെയാണ് അൻവർ ഉയർത്തിയത്. ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതാണ് UDF ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചത്. അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ, സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കും, നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരള ജനതയാണ് നിലമ്പൂരുകാരെ പ്രതികരിക്കുക, വോട്ടിയിരിക്കുന്നത്. അവരത് സന്ദർഭോചിതമായിട്ട് ആ കർത്തവ്യം നിലമ്പൂരിലെ ഏറ്റെടുക്കാൻ നിർവഹിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇരുവരും ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂരിലെത്തിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി നിലമ്പൂരിലേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചു. KPCC പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. ഇരുവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിച്ച ശേഷമാണ് കാർ മാർഗം നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:25 തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസിൽ വന്നിറങ്ങിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സെക്രട്ടറി KP നൌഷാദ് അലി, DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ശിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകല രാജൻ, മറ്റ് നേതാക്കളായ ശോഭ, TK ആഷിഖ്, ഉണ്ണികൃഷ്ണൻ, വിൻസെന്റ്, ശ്രീനിവാസൻ, മുത്തു, പ്രിയദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രെയിൻ മാർഗം ഷൊർണൂരിൽ വന്നിറങ്ങിയ സണ്ണി ജോസഫ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചായ കുടിച്ച് കാർ മാർഗമാണ് നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത്. വനം വകുപ്പിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഉപ്പുകുളവും പൊൻപാറയും ഓർമ്മയാകുമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ. ഉപ്പുകുളത്തെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് നടത്തിയ സമര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം വകുപ്പിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഉപ്പുകുളം, പൊൻപാറ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരും. ഈ പ്രദേശങ്ങൾ ഒരു മുത്തശ്ശിക്കഥ പോലെ വരും തലമുറകൾക്ക് ഓർമ്മ മാത്രമാകുമെന്ന് റഷീദ് ആലായൻ പറഞ്ഞു. ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ
നാളെ എന്റെ മക്കൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, മുത്തച്ഛി കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, പൊൻപാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഉപ്പുകുളത്ത് നല്ലൊരു വിദ്യാലയം ഉണ്ടായിരുന്നു, നല്ലൊരു ചർച്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ കടകമ്പോളങ്ങൾ ഉണ്ടായിരുന്നു, ചായക്കടയുണ്ടായിരുന്നു, ക്ലബ് ഉണ്ടായിരുന്നു, ഇതൊരു അങ്ങാടിയായിരുന്നു. അവിടെ നിന്ന് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട്, വനപാലകരുടെ സംരക്ഷണമില്ലാതെ, ഗവൺമെന്റിന്റെ സംരക്ഷണമില്ലാത്തത് കൊണ്ട് നമ്മുടെ പൂർവീകർക്ക് ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് എത്തും. കേരളത്തിൽ ജനങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റാണ് വനംവകുപ്പെന്നും റഷീദ് അലായൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് വനപാലകരായിരിക്കും, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. എടത്തനാടുകര ഉപ്പുകുളം പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ കർഷകനായ വാലിപ്പറമ്പൻ ഉമ്മർ മരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും അനാസ്ഥ കാരണമാണെന്ന് ആരോപിച്ചാണ് ഉപ്പുകുളം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പൊൻപാറ സെന്ററിൽ സമരസദസ്സ് സംഘടിപ്പിച്ചത്. ഉപ്പുകുളം ഭാഗത്തേക്ക് കാട്ടാനകൾ കടക്കാത്ത വിധം ഫെൻസിംഗ് സ്ഥാപിക്കണം. പൊൻപാറ ചോലമണ്ണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കുന്നതിൽ ഇനിയും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അലി വെള്ളേങ്ങര അധ്യക്ഷനായി. ഷാനവാസ് പടുവൻപാടൻ, KT ഹംസപ്പ, ബഷീർ പട്ടുകുണ്ടിൽ, MPA ബക്കർ, മഠത്തൊടി അബൂബക്കർ, സിഹബത്തുള്ള താളിയിൽ, അലി പോത്തുകാടൻ, ഇസ്മായിൽ ആര്യാടൻ, മൻസൂർ നായ്ക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴിയെടുത്തു. അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ യുവാവിന് ദേഹമാസകലം പരിക്കുണ്ട്. മദ്യപിച്ച് വാഹനത്തിന് മുന്നിൽ വീണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഷിബുവിന്റെ മുഖത്തും പുറത്തും കൈക്കും പരിക്കേറ്റു. മെയ് 24-നായിരുന്നു സംഭവം. വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്ന് ആരോപിച്ച് യുവാവിനെ പിക്കപ്പ് വാനിലെത്തിയ സംഘമാണ് മർദ്ദിച്ചത്. പരിക്കേറ്റ ഷിബു ചികിത്സയിലാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അഗളി പോലീസ് ഷിബുവിന്റെ മൊഴിയെടുത്തു. ഷിബു മദ്യപിച്ചിരുന്നുവെന്നും പ്രകോപനമില്ലാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് പിക്കപ്പ് വാഹനത്തിന്റെ ഉടമ ആരോപിക്കുന്നത്. യുവാവ് കല്ലെറിഞ്ഞ് വാഹനത്തിന്റെ ചില്ല് തകർത്തെന്നും ഇവർ ആരോപിക്കുന്നു. വാഹന ഉടമയുടെ പരാതിയിൽ ഷിബുവിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. അപ്പോൾ വണ്ടീൻ്റെ കുറുക്കെ ചാടി എന്ന് പറഞ്ഞിട്ട് വണ്ടീൻ്റെ കുറുക്കെ ചാടി എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നത്. വാക്ക് തർക്കമായിരുന്നു. എന്തോ പറഞ്ഞത്? അപ്പനെ വിളിയായിരുന്നു. ഇറങ്ങി അവൻ ഡ്രൈവർ വന്നിട്ട് അപ്പനെ വിളിച്ചു. കടിയും വന്നിട്ട് അപ്പനെ വിളിച്ചിട്ട് നീ ആരാ എൻ്റെ അപ്പനെ വിളിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, നീ എൻ്റെ അപ്പനെ വിളിക്കണ്ട, നീ ആരാധനത്തെ ഞാൻ ചോദിച്ചു. നീ ആരായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഏതര മയില് ഇങ്ങനെ തന്നെ നീ ഏതര മയില് കാര്യമായിരുന്നു, നീ ഏതര മയില് ഞാൻ ചോദിച്ചു, നീ ഏതര മയില് എന്നിട്ട് ഞാൻ ചോദിച്ചു. വന്നിട്ട് നീ എന്ത് മയില് വർത്താനം പറയുന്നത് പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ചപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണത്. കഴുത്തിന് പിടിച്ചു എനിക്ക് മോന്തയ്ക്കിട്ട് ഒരു അടിയാണ്. നീ എന്നെ തല്ലാനായി ഞാൻ ചോദിച്ചു. അടുത്തൊരു കല്ലുണ്ട്, ഒരു കല്ലുണ്ടായിരുന്നു, വെള്ളം കല്ലുണ്ടായിരുന്നു. ഞാൻ അവനെ എറിയുമ്പോൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ ബോണറ്റ് തട്ടി, വണ്ടീൻ്റെ ബോണറ്റ് തട്ടി നേരെ ഗ്ലാസ്സിൽ പോയി അടിച്ചു. വലുതായിട്ടൊന്നും അടിച്ചില്ല, ചെറുതായിട്ട് ഈ അടിച്ച അടിയില്ല, ഫുള്ളും ചിലന്തി വലിയായിപ്പോയി. ഗ്ലാസ് ഫുള്ളും ഫ്രണ്ടിൽ ഇതിൽ തട്ടിയിട്ട് ചിലന്തി വലിയായി, ഗ്ലാസ് ഫുള്ളും ചിലന്തി വലിയായി. ഈ ചിലന്തിയിലായിട്ട് മറ്റവൻ വന്നിട്ട് കയറെടുത്തിട്ട് വരാൻ പറഞ്ഞു. കയറെടുത്തിട്ട് വന്നിട്ട് കയറിൽ വെച്ച് കെട്ടി, ബാക്കിലിങ്ങനെ കെട്ടി. ഫസ്റ്റ് ഇവിടെ ബാക്കിലിങ്ങനെ 2 കൈ കെട്ടി വെച്ചിട്ട് ഇമാർ ആ ചെളിക്കകത്തിട്ട് ഉരുട്ടി നിങ്ങൾ വിട്ടാറായവൻ ഞാൻ ചോദിച്ചു. വിട്ടാറാകുമ്പോൾ ഞാൻ വേണിൻ്റെ മോനെ ആദ്യം തൊഴിൽ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. വേണിൻ്റെ മോനെ ആദ്യം തൊഴിലുണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം നീ ആരടാ ഇങ്ങനെ തന്നെ പറഞ്ഞു, നീ ആരടാ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ പോസ്റ്റിനകത്ത് വലിച്ചു കൊണ്ടുപോയി. ബാക്കിൽ കാല് ചെറിയ വലിച്ചിങ്ങനെ കൊണ്ടുപോയി ഒരു പോസ്റ്റിൽ നിർത്തി, 2 പേര് നിർത്തിയിട്ട് ഒരുത്തൻ ബാക്കിൽ കെട്ടുകയും ഒരുത്തൻ മോന്തക്കിട്ട് വിട്ട് അടിക്കുന്നതാണ്. എനിക്ക് ഇവിടെ നല്ല വേദന എടുക്കുമ്പോൾ അപ്പം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ തന്നെ എനിക്ക് മിന്നായം പോലെയാണ് എല്ലാം കാണുന്നത്. അതിനുശേഷമാണ് ബാക്കി ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോവുകയും അങ്ങനെയാണ് സംഭവിച്ചത്. പെരിന്തൽമണ്ണ കൊളത്തൂരിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഡൂർ സ്വദേശി ഷംനാഥ് ബാവ, പാങ്ങ് ചേണ്ടി സ്വദേശി മുഹമ്മദ് അനീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
കൊളത്തൂർ വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ, സിറാജ്, അഷ്റഫ് എന്നിവരെയാണ് 2 കാറുകളിലായി എത്തിയ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഇവരുടെ കാറും മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. കഴിഞ്ഞ മെയ് 5 രാത്രി 11:30 കൊളത്തൂർ കുന്നത്തങ്ങാടിയിലാണ് സംഭവം. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി എം പ്രേംജിത്ത്, കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുകയും ഈ കേസിൽ 2 പേരെ പിടികൂടുകയും ചെയ്തു. കൂടൂർ സ്വദേശി ആമിയൻ വീട്ടിൽ ഷംനാഥ് ഭാവ, പാങ്ങാച്ചേണ്ടി സ്വദേശി ചെമ്മാട്ട് വീട്ടിൽ മുഹമ്മദ് അനീഷ് എന്നിവരെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഷംനാഥ് ഭാവയുടെ പേരിൽ മണൽ കടത്തിയതിനും പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനുമുള്ള കേസുകളും കാപ്പ നിയമപ്രകാരമുള്ള കേസും നിലവിലുണ്ട്. ഗുണ്ട ആക്ട് പ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വെങ്ങാട് സ്വദേശികളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ മറ്റ് 2 പ്രതികളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ 4 പേർ പിടിയിലായി. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. പാലക്കാട് ജില്ലയിൽ അടുത്ത 4 ദിവസം ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പട്ടാമ്പി ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയാണ് ഒഴുകുന്നത്. പുഴയിൽ ശക്തമായ കുത്തൊഴുക്കും തുടങ്ങി. പുഴയിൽ വെള്ളം വലിയ തോതിൽ വർദ്ധിച്ചതോടെ പട്ടാമ്പിയിൽ നടന്നിരുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ നിർത്തിവെച്ചു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയത്. പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പുഴയിലെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുത്തേക്കും. കിഫ്ബിയിൽ നിന്നും 52 കോടിയോളം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. 33,14,53,000 രൂപയ്ക്കാണ് പാലം നിർമ്മാണം കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. KRFB വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്നതും സംശയമാണ്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോടിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധി. വേനലിൽ മുഴുവൻ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി സജീവമായപ്പോഴേക്കും മഴയെത്തി. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തോട്ടിലെ ഒഴുക്ക് കുറയാതെ പുനരാരംഭിക്കാൻ കഴിയില്ല. കനത്ത മഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ യന്ത്രസാമഗ്രികളും മറ്റും തോട്ടിൽ നിന്നും നീക്കി. ഒഴുക്ക് കുറയുമ്പോൾ മാത്രം നടപ്പാക്കാനാകുന്ന കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ വേനലിൽ കഴിഞ്ഞില്ല. തൂണുകളുടെയെങ്കിലും നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ മറ്റു പണികൾക്ക് ഒഴുക്ക് കാര്യമായി വെല്ലുവിളി സൃഷ്ടിക്കുമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ. പണി താൽക്കാലികമായി നിർത്തിയതോടെ പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനവും പാഴാകുമെന്ന് ഉറപ്പായി. നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മാണം. കഴിഞ്ഞ മഴക്കാലത്ത് നിർത്തിവച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേനലിന്റെ തുടക്കത്തിൽ പുനരാരംഭിച്ചത്. തൂണുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ വേനലിൽ നടന്നത്. നിലവിലെ പാലത്തിന്റെ കാലപ്പഴക്കവും ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് ഇതിന് സമാന്തരമായി വടക്ക് ഭാഗത്ത് പുതിയ പാലം നിർമ്മാണം. 4.14 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. പുതിയ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുപാലങ്ങളും ഗതാഗതത്തിന് ഉപയോഗിച്ച് കുരുക്ക് പരിഹരിക്കാനാണ് ലക്ഷ്യം. കിഴക്കേ ഒറ്റപ്പാലം പാലം ഈ സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ആരംഭിച്ചു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ നിർമ്മാണം ആരംഭിക്കുന്നത് ഈ വർഷക്കാലം ആരംഭിക്കുന്നത് തൊട്ടു മുമ്പായിട്ടാണ്. ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട വേദികളിലൊക്കെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അപകടകരമാണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ പാലത്തിൻ്റെ ഭാഗത്തെ മണ്ണ് വീണ്ടും ഈ JCB പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുകയായിരുന്നു. ഇത് വളരെ വലിയ അപകടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സർക്കാരും അതോടൊപ്പം തന്നെ MLAയും ഇതിൻ്റെ യാതൊരു കാര്യങ്ങളിലും യാതൊരു പഠനവും നടത്താതെയാണ് ഒറ്റപ്പാലത്തെ ജനങ്ങളെ ഇത്രയേറെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. മാത്രമല്ല, ഈ കിഴക്കേ തോടിൽ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മണ്ണും മണലും അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ യന്ത്രസാമഗ്രികളും ഒക്കെ കിടക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന 100-ലധികം വരുന്ന വീടുകളിലേക്ക് വെള്ളം കയറാൻ ഏത് സമയം വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ഈ പരിസരവാസികളുള്ളത്. ഇപ്പോൾ പറയുന്നത് അതൊക്കെ ഞങ്ങൾ നീക്കം ചെയ്തു എന്നാണ്. അതൊക്കെ മണ്ണിനടിയിലും വെള്ളത്തിനടിയിലുണ്ട് എന്ന് കൃത്യമായി കാണാൻ നമുക്കൊക്കെ സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഉടനെ വിളിച്ചു വരുത്തി ഇതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് 25 നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി.
ജൂൺ 19 നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി 25 വീതം നോഡൽ ഓഫീസർമാരെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരെയും നിയമിച്ച് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട 25 വിഭാഗങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകും. മലപ്പുറം ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പരാതികളില്ലാത്തതും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാനും കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തികഞ്ഞ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും നോഡൽ ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചളവറ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ICP സ്മാരക പുരസ്കാരം ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന് സമർപ്പിച്ചു. ചൊവ്വാഴ്ച നടന്ന ICP സ്മൃതി പരിപാടിയിലാണ് മന്ത്രി MP രാജേഷ് പുരസ്കാരം സമർപ്പിച്ചത്. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിയും സ്വാതന്ത്ര്യ സമര സേനാനിയും 2 പതിറ്റാണ്ടോളം ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ICP നമ്പൂതിരിയുടെ സ്മരണ എക്കാലത്തും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയതാണ് ICP സ്മാരക പുരസ്കാരം. വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിലെ സംഭാവനകൾ മുൻനിർത്തിയാണ് ഡോക്ടർ സുനിൽ പി ഇളയിടത്തിനെ ഇത്തവണത്തെ ICP സ്മാരക പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ICP സ്മൃതി പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് സുനിൽ പി ഇളയിടത്തിന് പുരസ്കാരം സമർപ്പിച്ചു. പിന്നിലും അണിയറയ്ക്കുള്ളിലും പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ്. അരങ്ങത്ത് ICP തീരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പിന്നിലാണ് ICP ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലത്ത് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ICP ആശ്രയിച്ചത്. കാരണം ICPയുടെ ജീവിതം തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ജീവിതം പോലെ പണ്ട് മുതലേ എന്നാണ്. അതെപ്പോഴും മുൻനിരയിൽ വരുന്ന ആളല്ല, അരങ്ങിൽ വരുന്ന ആളല്ല, വെള്ളിവെളിച്ചത്തിൽ വരുന്ന ആളെയില്ല, പിന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുള്ള ശീലമുള്ള, അതിൽ നല്ല തഴക്കവും വഴക്കവും ഒക്കെ ഉള്ള ആളാണ് ICP. ഇതെല്ലാം ഉൾക്കൊണ്ടൊരു ജീവിതമാണ് ICPയുടേത്. അതുകൊണ്ടാണ് വിജയമാഷ് ICPയുടെ ആത്മകഥയെക്കുറിച്ച് പറയുന്നുണ്ട്, തണുത്തൊരു വരിയും അതിലില്ല എന്നാണ്. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ICP അനുസ്മരണ പ്രഭാഷണം നടത്തി. P. മമ്മിക്കുട്ടി MLA പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, ഡോക്ടർ CP ചിത്രഭാനു, TC കവിത, K. ഗീത, P. അനിൽകുമാർ, P. സുനന്ദ, UP രാധിക, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ജയപ്രസാദ്, PK ഹരികുമാർ, NP ചന്ദ്രശേഖരൻ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാത്രി ഉണ്ടായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം മനിശ്ശേരിയിൽ വലിയ പുളിമരം കടപുഴകി വൈദ്യുത കമ്പികൾക്ക് മുകളിലൂടെ വീണു. ഇരുചക്രവാഹന യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മനിശ്ശേരി വരിക്കാശ്ശേരി മന റോഡിൽ തെക്കുമുറി ഭാഗത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വടക്കീട്ടിൽ രാമദാസിന്റെ വീട്ടിലെ പുളിമരം കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലൂടെ വീഴുകയായിരുന്നു. 5 വൈദ്യുതി കാലുകൾ പൂർണ്ണമായും 2 ഭാഗികമായും തകർന്നു. ഈ സമയം തകർന്നു വീണ വൈദ്യുതി പോസ്റ്റിന് അടിയിൽ നിന്ന് ചെറുകാട്ടുപുലം സ്വദേശികളായ ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വലിയ അപകടമാണ് ഒഴിഞ്ഞുമാറിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇന്നലെ ഒരു രാത്രി 7:30 നല്ല കാറ്റ്, അതിശക്തമായ കാറ്റും മഴയും കൂടി ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വടിക്കീട്ടിൽ രാമദാസിന്റെ വീട്ടിലുള്ള ഒരു പുളി മറന്നു വീണത്. അങ്ങനെയാണ് ഇവിടെ ഒരു 6-7 പോസ്റ്റുകൾ, മാക്സിമം ഒരു 5 പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട്. ഒരു 2 പോസ്റ്റുകൾ എരിഞ്ഞു നിൽക്കുന്നുണ്ട്. 6-7 പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു. ആ ടൈമിലൊരു സ്കൂട്ടിയിലൊരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് എങ്ങനെയാ അപകടത്തിൽ നിന്ന് ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കയറി പോകുമ്പോൾ അവർ പെട്ടെന്ന് മാറി. അവരെന്നിട്ട് ഞാൻ വാണിയോളം വഴി വരികയുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഭയങ്കര ഇതാണ്, പോസ്റ്റ് വീണിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പേടിച്ച് പറിച്ച് അങ്ങനെ പോകണം. തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. തകർന്നു വീണ പോസ്റ്റുകളും വൈദ്യുതി കമ്പികളും റോഡിലാണ് കിടക്കുന്നത്. ഇത് എടുത്തു മാറ്റിയ ശേഷമേ ഈ വഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയൂ.
തിരുവാഴിയോട് ശ്രീകൃഷ്ണപുരം ആര്യമ്പാവ് റോഡിൽ ശ്രീകൃഷ്ണപുരം SBI ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള മരങ്ങൾ വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. ശ്രീകൃഷ്ണപുരത്തെ ടൗൺ പ്രദേശത്ത് കൂടുതൽ തിരക്കുള്ള പ്രദേശമാണ് SBI ജംഗ്ഷൻ. എഞ്ചിനീയറിംഗ് കോളേജ്, VTB കോളേജ് എന്നിവിടങ്ങളിലേക്കും മണ്ണാർക്കാട്, കടമ്പഴിപ്പുറം ഭാഗങ്ങളിലേക്കും ആളുകൾ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് SBI ജംഗ്ഷൻ. ഇവിടെയാണ് വൻമരങ്ങൾ അപകട ഭീഷണിയാകുന്നത്. ഇക്കാര്യത്തിൽ PWDയും പഞ്ചായത്തും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ K. കോയ ആരോപിച്ചു. അപകട ഭീഷണിയുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റിയില്ലെങ്കിൽ അത് വൻ ദുരന്തത്തിന് കാരണമായേക്കാമെന്നും ആളുകൾ പറയുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആസ്പത്രി ജംഗ്ഷനിൽ മുതൽ ഷെഡൻകുന്ന് വരെ വഴിയോരത്ത്, അതായത് റോഡിൻ്റെ സൈഡിൽ പല ജംഗ്ഷനുകളിലും അപകട ഭീഷണി നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അതിൽ ഏറ്റവും അപകടകരമായ നിലയിൽ നിൽക്കുന്നത് SBT ജംഗ്ഷനിലെ ഒരു 3 മരങ്ങളാണ്. ആ മരങ്ങൾ വെട്ടിമാറ്റാൻ എന്നോ ആളുകൾ പരാതി കൊടുക്കുന്നു. പല പ്രാവശ്യങ്ങളിലായി അതിൻ്റെ ശിഖരങ്ങൾ ഇടിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്നു, വീഴുന്നു. തലനാരിഴയ്ക്കാണ് മിനിഞ്ഞാന്ന് ഒരു കൊമ്പ് വീണിട്ട് ആളുകൾ രക്ഷപ്പെട്ടത്. അവിടെ ബസ് കാത്തു നിൽക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുന്നവരുണ്ട്. വാഹനങ്ങൾ നിൽക്കുന്ന സ്റ്റോപ്പുകളാണ്. ഇത് ഏതെങ്കിലും ഒരു മരം പിഴുത് വീണാൽ, മറിഞ്ഞ് വീണാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിരുത്തരവാദപരമായ സമീപനത്തിലൂടെയാണ് PWDയും ശ്രീകൃഷ്ണപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കണക്കാക്കുന്നത്. PWD അത് വെട്ടാം എന്ന് ഏറ്റ് പല പ്രാവശ്യം വാക്കുമാറിയെങ്കിലും ഈ ശ്രീകൃഷ്ണപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾക്ക് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് വെട്ടിമാറ്റി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം ഒഴിവാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവർക്കുണ്ട്. എന്നാൽ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല. നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യസംഘത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതിനാൽ വനപാലകർക്കെതിരെയുള്ള ട്രോളുകൾ സജീവമാകുന്നു. കൺമുന്നിൽ കണ്ട കടുവയെ വെടിവെക്കാൻ കഴിയാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ ഇതിന് അവൻ എല്ലായിടത്തും പറയണം അവനെന്താ ഭ്രാന്ത. ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്നത് ഇങ്ങ് അടക്കാക്കുണ്ടിലാണെങ്കിൽ കടുവ നിൽക്കുന്നത് അങ്ങ് മദാരി എസ്റ്റേറ്റിൽ. തിരച്ചിൽ നടക്കുന്നത് കേരള എസ്റ്റേറ്റിലാണെങ്കിലോ കടുവയെ കാണുന്നത് കൽക്കുണ്ടിലും. ഇനി ദൗത്യസംഘവും കടുവയും നേർക്കുനേർ കണ്ടുമുട്ടിയാൽ മയക്കുവെടി വെക്കുന്നുമില്ല. കഴിഞ്ഞ 13 ദിവസമായി ഇതാണവസ്ഥ. അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ അതേ കടുവയെ തന്നെയാണ് കേരള എസ്റ്റേറ്റിലും കുണ്ടോടയിലും കൽക്കുണ്ടിലും വട്ടമലയിലുമൊക്കെ കാണുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നാട്ടുകാരാകട്ടെ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടെന്ന നിഗമനത്തിലുമാണ്. തിരച്ചിലും ഭീതിയുമൊക്കെ കാരണം പലർക്കും ജോലിക്ക് പോകാൻ കഴിയാതെ അന്നം മുട്ടിയ അവസ്ഥയിലുമാണ്. ഇതോടെയാണ് സോഷ്യൽ മീഡിയകളിൽ കടുവ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും സജീവമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. കേര കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി A. പ്രദീപൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി കേന്ദ്ര സർക്കാർ പരിഷ്കരിക്കണമെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയായ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് കർഷകർ അനുവാദം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘടനകളിലൂടെ രൂപപ്പെട്ടു വരുന്ന കർഷക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ 1970-കളിൽ തന്നെ കേര കർഷക സംഘം കേരളത്തിൽ സജീവമായി രംഗത്ത് വരികയും 1979-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയായി അത് മാറുകയും ചെയ്തു. ആലപ്പുഴയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും അറിയപ്പെട്ട കർഷകനും കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെയായി പിന്നീട് മാറുകയും ചെയ്ത വർഗീസ് വൈദ്യനാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ജില്ലാ പ്രസിഡന്റ് നമ്പിയത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേരഫെഡ് ചെയർമാൻ V. ചാമുണ്ണി, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, A. ശിവദാസ്, K. രാമചന്ദ്രൻ, K. മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി നമ്പിയത്ത് മുഹമ്മദിനെ പ്രസിഡന്റ്, K. ശിവദാസ്, K. ഹരിദാസ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, P. അശോകനെ സെക്രട്ടറിയായും, VRS മുരുകൻ, N. K. സതീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു.
നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൽ മത്സരിക്കുന്ന കേരള താരങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ യാത്രയയപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 12 പേരാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. മെയ് 30-31 തീയതികളിലാണ് നേപ്പാളിൽ ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ടീമിൽ 12 കേരള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം, പാലക്കാട്, എറണാകുളം, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ താരങ്ങൾ. നേപ്പാളിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ താരങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ യാത്രയയപ്പ് നൽകി. VFC സ്പോർട്സ് അക്കാദമിയിലാണ് യാത്രയയപ്പ് നൽകിയത്. ഭാരതീയ വിദ്യാനികേതൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുന്ദരേശൻ ഉണ്ണി, അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ P. കൃഷ്ണദാസ്, കേരള ഹെൽത്ത് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ, INTUC മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ പച്ചേരി തുടങ്ങിയവർ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. സൗത്ത് ഇന്ത്യൻ ടെക്നിക്കൽ ഡയറക്ടർ സുബ്രഹ്മണ്യൻ, കേരള മിക്സ് ബോക്സിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുജിത് ധർമ്മജൻ പള്ളുരുത്തി, കേരള വനിതാ കോച്ച് ഫാത്തിമ സന, 2023 വേൾഡ് ചാമ്പ്യൻ ലക്ഷ്മണൻ മുത്തുകുറിച്ചി എന്നിവരാണ് ടീമിനെ നയിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. സാബിറ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന അധ്യയന വർഷത്തിൽ ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഓരോ സ്കൂളുകൾക്കും വരേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് നിർണയിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ 13 ഇന പരിപാടികളാണ് ഈ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9 വർഷമായി നമ്മുടെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയിട്ട് പറഞ്ഞതുപോലെ തന്നെ 9 വർഷത്തിനിപ്പുറം നമ്മുടെ കേരളത്തിൽ നടന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുറന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. റിട്ടയർഡ് ഡയറ്റ് സീനിയർ ലെക്ചർ ഡോക്ടർ KS വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിച്ച 4 അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ജ്യോതിസ് കോർഡിനേറ്റർ P. നാരായണൻ 2025-2026 ജ്യോതിസ് പദ്ധതി അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, KT പുഷ്പലത, മെമ്പർമാരായ മുജീബുദ്ദീൻ, ദിവ്യ ദിവാകരൻ, TP രജീഷ്, ശോഭന, ജ്യോതിസ് കോർഡിനേറ്റർ K. രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഗ്രൂപ്പുകളുടെ ചർച്ച, പൊതുചർച്ച, അവതരണം എന്നിവയും നടന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഗണിത ഭാഷാ നൈപുണി വികസന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. LP, UP വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭയുടെ വേറിട്ട പദ്ധതിക്കാണ് ചൊവ്വാഴ്ച തുടക്കമായത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം ഗണിത ഭാഷാ നൈപുണി വികസന പദ്ധതി നടപ്പാക്കുന്നത്. ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ LP, UP സ്കൂളുകളിലും പദ്ധതി നടപ്പാക്കും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. വർക്ക്ഷീറ്റും പ്രത്യേക പരിരക്ഷയും നൽകും. കോവിഡിന് ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നഗരസഭയുടെ മാതൃകാ പദ്ധതി. LP, UP തലങ്ങളിൽ തന്നെ നിലവാരം മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം. K. പ്രേംകുമാർ MLA ഗണിതം 1ാം ഭാഗം വർക്ക്ഷീറ്റ് AEO P. ശാന്തകുമാരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഗണിതത്തിലും പിറകിൽ നിൽക്കുന്ന 2 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതിന് വേണ്ടി നഗരസഭ സന്നദ്ധമായി എന്നത് ഏറ്റവും സന്തോഷകരമായ, അഭിമാനകരമായ കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാനാകും, നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും പഠനരംഗത്ത് പിറകിൽ പോകുന്നത് ആരാണ്? നിരീക്ഷിച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരാണ്. അങ്ങനെ പിന്നോക്കം നിൽക്കുന്നവരെ അവഗണിക്കുകയല്ല, ആ പിന്നോക്കം നിൽക്കുന്ന ഓരോ കുട്ടിയെയും അഡ്രസ്സ് ചെയ്യുക, അവരിലേക്ക് ഓരോ കുട്ടിയിലേക്കും എത്തുക എന്നുള്ളതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ K. രാജേഷ്, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ T. ലത, K. അബ്ദുൽ നാസർ, P. മായ, ഫൗസിയ ഹനീഫ, മുനിസിപ്പൽ എഞ്ചിനീയർ T. ജയപ്രകാശ്, BRCയിലെ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം.
കോട്ടപ്പാടം ഗൈഡൻസ് ആൻഡ് അസിസ്റ്റന്റ് ടീം ഫോർ എംപവറിംഗ് സൊസൈറ്റി രക്ഷിതാക്കളെയും ഒപ്പം വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് നടത്തിയ വിദ്യാഭ്യാസ സമ്മേളനം ശ്രദ്ധേയമായി. എൻ ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ദിശാബോധം നൽകുന്നതിനും വിദ്യാഭ്യാസ രംഗത്തെ മേന്മകൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ഗൈഡ്സ് വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചത്. കോട്ടപ്പാടം CH ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പഠനം എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവ് പ്രകടിപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ എന്താണ്, നല്ല മൂല്യബോധമുള്ളവരാവുക, സഹിഷ്ണുതയുള്ളവരാവുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ ക്ഷമ കുറവാണ് എന്ന് പറയുന്നത്. അതിന് കുറെ കാരണമുണ്ട്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 10-12 ക്ലാസുകളിലെ ഉന്നത വിജയികളെയും വിവിധ സ്കോളർഷിപ്പ് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. ഗേറ്റ്സ് പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന മുഖ്യാതിഥിയായി. ഗേറ്റ്സ് ജനറൽ സെക്രട്ടറി അസീസ് കോട്ടപ്പാടം, ഗ്രാമപഞ്ചായത്ത് അംഗം KT അബ്ദുള്ള, കോട്ടപ്പാടം കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MP സാദിഖ്, M മുഹമ്മദ് അലി മിഷ്കാത്തി, സിദ്ദിഖ് പാറക്കോട്ട്, സലീം നാലകത്ത്, K മൊയ്തുട്ടി, NO സലീം, AK കുഞ്ഞായ്മു, K ഹുസ്നി മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. അക്കാദമിക മികവിന്റെ നിറവിൽ ശ്രദ്ധേയമായിരുന്നു സംഗമം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. ഭാരതീയ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നീതിമേളയും ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. സംസ്ഥാന ചെയർമാൻ R രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സോമരാജൻ അധ്യക്ഷനായി. സംഘടനാ ചീഫ് അഡ്വൈസറും ഹൈക്കോടതി സുപ്രീം കോടതി അഡ്വക്കറ്റുമായ സുനിൽ M കാരാണി നിയമബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജയപ്രകാശ്, അൻസാർ അലി, മധു, കബീർ, ഉഷ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് S മുഹമ്മദ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. പൊതുകാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ ഇവിടെ നടന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങൾ പലരോടും പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് അതിന് പരിഹാരം കിട്ടാതെ വരികയോ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരികയോ, അതായത് യഥാസമയം പെരിന്തൽമണ്ണ നിലമ്പൂർ പാതയിൽ കിഴാറ്റൂർ മുഖാമ്പടിയിൽ DMLP സ്കൂളിന് സമീപം റോഡിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചു മാറ്റി. കിഴാറ്റൂർ വില്ലേജ് ഓഫീസർ വിനു, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ നിസാം എന്നിവരുടെ നേതൃത്വത്തിൽ മെലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകരാണ് മരം മുറിച്ചു നീക്കിയത്. വെള്ളിനേഴി ഡോക്ടർ അച്യുതമേനോൻ സ്മാരക വായനശാല SSLC, +2, USS, LSS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫർണിച്ചർ സമർപ്പണവും നടത്തി. P മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K പ്രതീഷ് കുമാർ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, പഞ്ചായത്ത് അംഗം C ജലജ, PR സുധ, സ്കൂൾ പ്രിൻസിപ്പൽ K ഭബിത, ഹെഡ്മാസ്റ്റർ K ജാഫർ, AM മോഹൻകുമാർ, K രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. VT പ്രദീപ് രചിച്ച ഓട്ടോബയോഗ്രാഫി ഓഫ് ഇൻ ഓൾ മല്ലു അഥവാ സുകുമാരൻ്റെ രഹസ്യ ജീവിതം ഒറ്റപ്പാലത്ത് പ്രകാശനം ചെയ്തു. K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരൻ സന്തോഷ് എച്ചിക്കാനം, സംവിധായകൻ ലാൽ ജോസിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. ഒറ്റപ്പാലം സഹയാത്രികരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. K ജയദേവൻ അധ്യക്ഷനായി. കവി TG നിരഞ്ജൻ പുസ്തകം പരിചയപ്പെടുത്തി. പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത, സുധ തെക്കേമഠത്തിൽ, VT പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളശ്ശേരി ഹൈസ്കൂളിലെ 1990-91 ബാച്ച് കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം ഉദ്ഘാടനം ചെയ്തു. K ഹുസൈൻ കല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AP പ്രമോദ്, ഗോപൻ ഏഴക്കാട്, സജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പിന്നണി ഗായകൻ പ്രദീപ് ചെറായയുടെ മധുരിക്കും ഓർമ്മകളെ എന്ന സംഗീതാലാപനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിൽ ആര് മത്സരിച്ചാലും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മികച്ച വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അൻവർ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പറയുന്ന വിഷയങ്ങൾ തന്നെ. എടത്തനാട്ടുകര ഉപ്പുകുളത്തെ വന്യജീവി ആക്രമണം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമര സദസ്സ് സംഘടിപ്പിച്ചു. കേരളത്തിൽ ജനങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വകുപ്പാണ് വനം വകുപ്പെന്ന് ലീഗ് നേതാവ് റഷീദ് ആലായി. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു.
പുഴ ഒഴുകുന്നത് ഇരുകരയും മുട്ടി. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചു. ജില്ലയിൽ 4 ദിവസം ഓറഞ്ച് അലർട്ട്. സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോടിന് കുറുകെയുള്ള പുതിയ പാലം നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. മഴ നേരത്തെ എത്തിയതോടെ പ്രവൃത്തി നിലച്ചു. ഒരു വേനൽക്കാലം മുഴുവൻ കിട്ടിയിട്ടും പദ്ധതി പൂർത്തിയാക്കാത്തത് തികഞ്ഞ അനാസ്ഥയെന്ന് ആക്ഷേപം. പെരിന്തൽമണ്ണ കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി കാറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത സംഭവം. 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവർ 4 ആയി.